ഇപ്പോൾ പാർലമെൻറ്റിൽ പരീക്ഷ നടത്തിപ്പിൽ എന്തെങ്കിലും ക്രമക്കേട് കാണിച്ചു കഴിഞ്ഞാൽ തൂക്കിക്കൊല്ലുന്നതൊഴികെ ബാക്കി എല്ലാ തരത്തിലുമുള്ള കഠിനമായ ശിക്ഷ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നിയമം കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ള മട്ടിലാണ്. അസാധാരണമായ ശിക്ഷാ നടപടികളൊക്കെ ആ നിയമത്തിലുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ അപ്പോഴും തൻ്റെ പ്രിയപ്പെട്ട മന്ത്രിയെ, വിദ്യാഭ്യാസ രംഗം മുഴുവൻ കുളം തോണ്ടിയിരിക്കുന്ന ധർമ്മേന്ദ്ര പ്രധാനെ രക്ഷിക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ ഡൽഹിയിലെ ജന്തർ മന്ദറിലേക്ക് വിദ്യാർത്ഥികളുടെ, യുവാക്കളുടെ ഒരു കുത്തൊഴുക്കാണ് ഈ കഴിഞ്ഞ ജൂൺ 20 മുതൽ, ഇന്നിപ്പോൾ ജൂലൈ 25 35 ദിവസം അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫലമായ എന്താ? ഡൽഹിയിലെ സ്ഥിതി മാധ്യമങ്ങളിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഒരു യുദ്ധക്കളം പോലെയാണ് ഈ ജന്തർ മന്ദറും പരിസര പ്രദേശവും. ജന്തർ മന്ദറിന് തൊട്ടാണ് കൊണാട്ട് പ്ലേസ്. 18 മെട്രോ സ്റ്റേഷനുകൾ ഈ പരിസരത്തുള്ള മെട്രോ സ്റ്റേഷൻ മുഴുവൻ അടച്ചിട്ടിരിക്കുകയാണ്. പാർലമെന്റിലേക്കുള്ള മെട്രോ സ്റ്റേഷനും, പിന്നെ സെൻട്രൽ സെക്രട്ടേറിയറ്റിന്റെ സ്റ്റേഷനും, പിന്നെ രാജീവ് ചൗക്കിലുള്ള മെട്രോ സ്റ്റേഷനും, പട്ടേൽ ചൗക്കിലുള്ള മെട്രോ സ്റ്റേഷൻ എല്ലാം അടച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളായിട്ട്. കനാട്ട് പ്ലേസിലെ കടകൾ മുഴുവൻ അടച്ചുപൂട്ടി അവർ ഒഴിഞ്ഞു പോകണം, അവിടുത്തെ ഹോട്ടലുകളിൽ നിന്നെല്ലാം ആളുകളെ ഒഴിപ്പിക്കണം എന്ന് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ ഉത്തരവ് കൊടുത്തു. അപ്പോൾ ഞങ്ങൾ സംശയിച്ചു വലിയൊരു ആക്ഷനിലേക്ക് പോകാൻ പോവുക. ബംഗാളിൽ നിന്നെല്ലാം ഒരുപാട് അർദ്ധസൈനികരെ ഡൽഹിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. പക്ഷേ അത്തരമൊരു കടന്നാക്രമണം സമരഭടന്മാർക്ക് നേരെ നടത്തിയാൽ അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് ഗവൺമെന്റ് മനസ്സിലായി. ഇതിൻ്റെ അർത്ഥം കടന്നാക്രമണം നടത്തിയില്ല എന്നല്ല. ഇന്നത്തെ ഹിന്ദു പത്രത്തിന്റെ എഡിറ്റോറിയൽ നിങ്ങൾ വായിച്ചാൽ മതി. ഹിന്ദു പത്രത്തെ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, ഈ വളരെ ഒതുക്കി മാത്രം കാര്യം പറയുന്ന, രൂക്ഷമായി പറയേണ്ട കാര്യങ്ങൾ പതിയ ശബ്ദത്തിൽ മാത്രം പറയുന്ന ഒരു പത്രമാണ് ഈ ഹിന്ദു പത്രം. അതിന്റെ ഇന്നത്തെ എഡിറ്റോറിയൽ വസ്തുതകളുണ്ട്, എനിക്കറിയാം. ലാത്തിയിൽ ഇരുമ്പാണി തറച്ചു വെച്ചിട്ടാണ് കുട്ടികളെ അടിക്കാൻ വേണ്ടി വന്നത്. പിന്നെ ഞാൻ നേരിട്ട് കാണുന്നതാണ് ഇലക്ട്രിക് റോഡുകൾ. കുട്ടികളെ അടിക്കുമ്പോൾ അവർക്ക് ഷോക്ക് കിട്ടണം, അത്തരം റോഡുകൾ. ഇതൊക്കെ ആയിട്ടാണ്. അപ്പം അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. വളരെ മരണാസന്ന ആയി കിടക്കുന്ന ഈ ക്രിട്ടിക്കൽ കെയറിൽ വെന്റിലേറ്ററിൽ ആയ വിദ്യാർത്ഥികൾ, പെല്ലറ്റ് ഷോട്ടിൽ കണ്ണിന്റെ കാഴ്ചശക്തി ഇനി ഓപ്പറേഷൻ നടത്തി വീണ്ടെടുക്കാൻ പറ്റുമോ എന്ന് അറിഞ്ഞുകൂടാ. കണ്ണില്ലാത്ത ഒരു ഗവൺമെന്റാണ് നരേന്ദ്രമോദി ഗവൺമെന്റ്. പക്ഷെ സമരരംഗത്ത് വരുന്നവരെ കടന്നാക്രമിക്കുകയാണ്. അപ്പൊ ഈ സമരത്തിൽ ഇപ്പോൾ അഭിജിത് ദിക്കെ, CJPയുടെ നേതാവ്, ബോസ്റ്റണിൽ പഠിക്കുന്ന അഭിജിത് ദിക്കെ, അദ്ദേഹത്തോടൊപ്പം SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശ് സജിയും, JNUവിലെ ചെയർപേഴ്സണായിരുന്ന SFIയുടെ നേതാവ് ഐഷി ഘോഷും നിരാഹാര സത്യാഗ്രഹം നടത്തിയിരുന്നു. അവരെല്ലാം നിരാഹാര സത്യാഗ്രഹം ഒരു ഘട്ടത്തിൽ പിൻവലിച്ചു. ഇന്നിപ്പോൾ ഡൽഹിയിൽ അന്തിമ വട്ട ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ബന്ധപ്പെടുത്തും. പക്ഷെ പൊതുവിൽ സമരത്തിന്റെ ഒരു ഘട്ടം എന്നുള്ള നിലയിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയോടുകൂടി ജന്തർ മന്ദറിൽ നടത്തി വന്നിരുന്ന സമരം ഇപ്പോൾ നിർത്തിവെക്കാം എന്നൊരു പൊതുധാരണയിലേക്ക് അവിടെ സമരരംഗത്ത് CJPയോടൊപ്പം ഉള്ളത് SFIയും AISFും ISയുമാണ്. പിന്നെ ചെറിയ ചില സംഘടനകൾ വേണ്ടിയുള്ളൂ. അവർ കൂടിയാലോചിച്ച് സമരത്തിന്റെ ഒരു ഘട്ടം വിജയകരമായി പര്യവസാനിച്ചു എന്നുള്ള നിലയിൽ അവരുടെ പ്രഖ്യാപനം നടത്തും. പക്ഷേ ഈ ചർച്ചയിൽ 2 ഘട്ടങ്ങളായി സോനം വാങ്ചുക്ക് നടത്തിയിരുന്ന നിരാഹാര സത്യാഗ്രഹം അവസാനിപ്പിക്കുന്ന ഘട്ടത്തിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഒഴികെയുള്ള മറ്റു കാര്യങ്ങളാണ് അവിടെ തീരുമാനമായത്. ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപയുടെ നഷ്ടപരിഹാരം കൊടുക്കുക, സമരത്തിൽ പങ്കെടുത്ത കുട്ടികളെ ഒന്നും കേസിൽ പെടുത്തുകയില്ല എന്നുള്ള ഉറപ്പ്, പിന്നെ ഈ പ്രവേശന പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള പരാതികളും ആക്ഷേപങ്ങളും പരിശോധിച്ച് പരിഹരിക്കാൻ
ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നുള്ള ഉറപ്പ് ഇതാണ്.